ഹലോ ഫ്രണ്ട്സ്, ഹോം ടെക് ആർട്ടിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റെയർ കയറി വരുന്ന വാളിൽ ചെയ്തിരിക്കുന്ന ഗ്ലാഡിംഗ് ടൈൽ ഡിസൈനാണിത്. ബ്ലാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം പീക്കോക്ക് ബ്ലൂ കൊണ്ട് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തിരിക്കുന്ന ഡിസൈനാണിത്. ഈ വർക്ക് എങ്ങനെ ചെയ്തിരിക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. മാസ്കിൻ്റെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ കാണുന്ന രീതിയിൽ ടെക്സ്റ്റർ പുട്ടി പ്രതലത്തിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് പാറ്റേൺ മേക്ക് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാറ്റേൺ പുട്ടിയിട്ടതിന് ശേഷം നമ്മൾ അപ്പം തന്നെ നമ്മൾ കടപ്പ ഡിസൈൻ, അതായത് ഗ്ലാഡിംഗ് ടൈൽ ഡിസൈനിൻ്റെ പാറ്റേൺ ഇട്ട് പോകുന്ന രീതിയാണ് ചെയ്യാറ്. ഇവിടെ അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ കാണിക്കുന്ന രീതിയിൽ പുട്ടി മുഴുവനായിട്ട് ഇട്ടതിന് ശേഷം കുറച്ച് പുട്ടി എടുത്തതിന് ശേഷം പ്രതലത്തിൽ ഇങ്ങനെ ഗ്ലാഡിംഗ് ടൈലിൻ്റെ ടൈപ്പ് ഡിസൈൻ ഇങ്ങനെ ഇട്ടുമാറുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റീൽ ട്രബിൾ വെച്ച് ഒന്ന് പരത്തി കൊടുക്കണം. ആർക്കും അനായാസം നമുക്ക് ചെയ്തു മാറാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രാവശ്യം ഡിസൈൻ മേക്ക് ചെയ്യുന്നത്. അതായത് കടപ്പ ഡിസൈൻ ചെയ്യുന്ന രീതി തന്നെ, പക്ഷേ അല്പം കൂടി വ്യത്യസ്തമായി ചെയ്യുന്നത് നമ്മൾ കുറച്ച് എടുത്തതിന് ശേഷം കുറച്ച് പുട്ടി ഇങ്ങനെ ഡിസൈനിലായിട്ട് കുറച്ച് ഇങ്ങനെ ഇട്ട് മാറുന്നു മാത്രം. ഗ്യാപ്പ് ഫില്ല് ചെയ്ത് പുട്ടിയിട്ട് മാറുന്നു. അതിനുശേഷം നമ്മൾ സ്റ്റീൽ ട്രബിൾ വെച്ച് പരത്തുന്നു. അതിനുശേഷം ഉണങ്ങിൻ്റെ പിറ്റേ ദിവസം നമ്മൾ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം ടോപ്പ് കോട്ടായിട്ട് പീക്കോക്ക് ബ്ലൂ ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഞാനിത് പറയാൻ കാരണം ഈ ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഓൾറെഡി പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ മാസ്കിൻ്റെ പഴിക്കുന്ന രീതിയാണ്. എന്നോടൊപ്പം പാലക്കാട്ടുള്ള ഒരു മുത്തെന്ന് പറഞ്ഞ വ്യക്തിയാണ് സഹായത്തിനായിട്ടുള്ളത്. എൻ്റെ ഈ വർക്ക് ചെയ്തിരിക്കുന്നത് കോട്ടയത്ത് മെഡിക്കലിന് സമീപം പനമ്പാലത്താണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ കയറി വരുന്നുള്ള ആ വാളിലാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് നല്ല ഹൈറ്റാണ്. അപ്പോൾ നിലയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബ്ലാക്ക് അപ്ലൈ ചെയ്യുന്നതും അതുപോലെ നമ്മുടെ പീക്കോക്ക് ബ്ലൂ അപ്ലൈ ചെയ്യുന്നതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഫൈൻ പ്ലാസ്റ്ററാണ് നമ്മളിവിടെ പുട്ടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്, ടെക്സ്റ്റർ പുട്ടിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ തരിയുള്ള പുട്ടി. ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഗോൾഡ് വരച്ചു കൊടുക്കുന്നു. 2 കോട്ട് നമ്മൾ ഗോൾഡ് അപ്ലൈ വരച്ചു കൊടുത്താൽ മതി, ക്ലിയർ ആവുകയുള്ളൂ. ചിലപ്പോൾ നമുക്ക് 2-3 കോട്ടൊക്കെ അപ്ലൈ ചെയ്യേണ്ടി വരും. പിന്നെ ബ്ലാക്കിൻ്റെ മുകളിലായതുകൊണ്ട് ക്ലിയർ ആകാനായിട്ട് ഗോൾഡ് നല്ല ഗോൾഡിൻ്റെതായ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് 3 കോട്ടൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യേണ്ടി വരും. ഇവിടെ എൻ്റെ വർക്ക് പൂർത്തിയായിരിക്കുകയാണ്. ഈ കാണുന്ന രീതിയിലാണ് നമ്മൾ ഈ വർക്ക് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഈ വർക്കിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയാൻ ആഗ്രഹമുണ്ട്. ഇത്രയും നേരം എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ അമർത്തിയാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നു. മറ്റൊരു പുതിയ വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.